വെൽക്കം ടു ഇംഗ്ലീഷ് ലോഞ്ച്. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാസിനെയും ഹാവിനെയും ഹാഡിനെയും കുറിച്ചാണ്. ഇവര് മൂന്നുപേരെ കേസ് വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടല്ലേ, എവിടെയാണ് ഹാസ് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് ഹാവ് യൂസ് ചെയ്യേണ്ടത്, ഹാഡ് എവിടെയാണ് യൂസ് ചെയ്യണമെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹാസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഹാവ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഹാഡ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്, ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് കടക്കാം. അപ്പൊ ആദ്യം നമുക്ക് തന്നെ അറിയാം, ഹാസും ഹാവും ഹാഡും നമ്മൾ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെയാണ് അല്ലെ. പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെയാണ് ഇവരെ നമ്മൾ യൂസ് ചെയ്യുന്നത്, പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഫോം ചെയ്യണമെന്നും കൂടെ നമ്മൾ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഓക്കെ, ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഇനി ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഓക്കെ, ഹാവ് പ്ലൂറൽ ആണ്. ഇനി ഹാഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? പാസ്റ്റിനെ കാണിക്കാനാണ് ഹാഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഹാവിന്റെ പാസ്റ്റ് ആണ് ഹാഡ് എന്ന് പറയുന്നത്, പാസ്റ്റിനെ കാണിക്കാനാണ് ഹാഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തല്ലോ. ഹാസ് സിംഗുലർ, ഹാവ് പ്ലൂറലിന്റെ കൂടെ, ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റിനെ കാണിക്കാനാണ്. പെർഫെക്റ്റ് ടെൻസിലാണ് ഹാസും ഹാവും ഹാഡും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ ഹാവ് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ഫോം ഓഫ് വേർബ് ആണ്, അല്ലെങ്കിൽ ബേസ് വേർബ് ആണെന്ന് നമുക്ക് പറയാം. ഹാവ് എന്ന് പറയുന്നത് ബേസ് വേർബ് ആണ്. ഇവിടെ നിങ്ങൾക്കറിയാം, ഇപ്പൊ പറയാണ് പ്ലേ. പ്ലേ എന്ന് പറയുകയാണെങ്കിൽ പ്ലേ V1 ആണ് അല്ലേ, പ്ലേ. ഇനി പ്ലേയുടെ പാസ്റ്റ് എന്താണ്? പ്ലേഡ് ആണ് അല്ലേ. പ്ലേഡ് സിംഗുലർ എങ്ങനെയാക്കുന്നത്? എസ് ഓർ ഇഎസ് ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ എങ്ങനെ വരിക? പ്ലേസ്. കണ്ടോ, സിംഗുലർ ആക്കുന്നത് പ്ലേസ് ആണ്. അതായത് V1 പ്ലേ ആണ്, V2 പ്ലേഡ് ആണ്. പ്ലേസ് എന്ന് പറയുമ്പോ V5 ആണ് പ്ലേസ്. മനസ്സിലായോ? അതായത് ഒരു വെർബിനെ എസ് ഓർ ഇഎസ് ചേർത്താണ് സിംഗുലർ ആക്കുന്നതെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഹാവ് എന്ന് പറയുന്നത് ബേസ് ഫോം ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഈ പ്ലേ പോലെ ഒരു ബേസ് ഫോം ആണ് ഹാവ് എന്ന് പറയുന്നത്. ഈ ഹാവിന്റെ കൂടെ എസ് ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിംഗുലർ വെർബ് കിട്ടും അല്ലേ. അതായത് ഹാസ് എന്ന സിംഗുലർ വെർബ് നമുക്ക് കിട്ടി. കണ്ടോ, സിംഗുലർ വെർബ് കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാവ് ബേസ് വെർബ് ആണ്, ഹാവിന്റെ സിംഗുലർ എന്താണ്? ഹാസ് ആണ്, V5 അല്ലേ. ഇനി ഈ ഹാവിനെ നമുക്ക് പാസ്റ്റ് ടെൻസ് ആക്കുന്ന എങ്ങനെയാണ്? ED ചേർത്തിട്ടാണ് അല്ലേ. ഇവിടെ പ്ലേയുടെ പാസ്റ്റ് എന്ന് പറയുന്നത് പ്ലേഡ് ആണ്, റെഗുലർ വെർബ് ആണ് അല്ലേ. അപ്പൊ ഹാവിന്റെ കൂടെ ED ചേർത്താ നമുക്ക് കിട്ടുന്നത് ഹാഡ് ആണ്, പാസ്റ്റ് അല്ലേ. ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അപ്പൊ ഹാവ്, ഹാഡ്, ഹാസ് കിട്ടിയല്ലോ. ഹാവ് പ്ലൂറല്, ഹാസ് സിംഗുലർ, ഹാഡ് പാസ്റ്റ് ടെൻസിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്നും കൂടി പറയാണ്, ഹാസ് സിംഗുലറിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക, ഹാവ് പ്ലൂറലിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്, ഹാഡ് പാസ്റ്റിനെയാണ് കാണിക്കുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ ഹാസ് യൂസ് ചെയ്യുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അവിടെ ഹാവ് യൂസ് ചെയ്യുക, ഒരു പാസ്റ്റിനെയാണ് കാണിക്കുന്നതെങ്കിൽ അവിടെ ഹാഡ് യൂസ് ചെയ്യുക. ഹാവിന്റെ കൂടെ, ഹാവ് എന്ന് പറയുന്നത് ബേസ് ഫോം ഓഫ് വേർബ് ആണ്, V1 ആണ്. ഹാവിന്റെ കൂടെ എസ് ചേർത്താണ് നമുക്ക് ഹാസ് എന്ന സിംഗുലർ വെർബ് കിട്ടുന്നത്. ഹാവിന്റെ കൂടെ ED ചേർത്താണ് പാസ്റ്റ് ഫോം ആയ ഹാഡ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ പ്ലേ, പ്ലേഡ്, പ്ലേസ് എന്ന് പറയാറുണ്ട്. ലീവ്, ലീവ്സ്, ലീവ്ഡ് എന്ന് പറയാറില്ലേ, അതുപോലെ ഹാസ്, ഹാവ്, ഹാഡ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കാണാം. ഇതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസിലൂടെ നോക്കാം. നമുക്ക് ഹാസിനെയും ഹാവിനെയും കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഹാസ് സിംഗുലറിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്, ഹാവ് പ്ലൂറലിന്റെ കൂടെയാണ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഈ ഹാസിന്റെയും ഹാവിന്റെയും മലയാളം മീനിങ് എന്ന് പറയുന്നത് ഉണ്ട് എന്നാണ്. എന്താണ്? ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാണ്, I have an exam today.
എനിക്കിന്ന് ഒരു എക്സാം ഉണ്ട് എന്നല്ലേ പറയുന്നത്. അപ്പൊ അവിടെ സബ്ജക്റ്റിന് ശേഷം ആരാ വരേണ്ടത്? ഹാസ് ഓർ ഹാവ് ആണ് വരേണ്ടത് അല്ലേ. ആണ് എന്ന് പറയാൻ ഈസ് ആം ആർ യൂസ് ചെയ്തു. ആയിരുന്നു എന്ന് പറയാൻ വാസ് ഓർ വേർ യൂസ് ചെയ്തു. ഉണ്ട് എന്ന് പറയാൻ ആരെ യൂസ് ചെയ്യുന്നത്? പ്രസന്റില് ഹാസിനെയും ഹാവിനെയും ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് റൂള് ശ്രദ്ധിച്ചോ. സബ്ജക്റ്റ് ആയിട്ട് ഐ, വി, യു, ദേ. സബ്ജക്റ്റ് ആയിട്ട് ഐ, വി, യു, ദേ വരെയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ആളാണ് ഹാവ് എന്ന് പറയുന്നത്. കാരണം ഐനെ നമ്മൾ ഇവിടെ പ്ലൂറൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അടുത്തത് ശ്രദ്ധിച്ചോണേ. ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ നമുക്കറിയാം ഇവരെല്ലാം സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഹാസിലും ഹാവിലും ആരെ യൂസ് ചെയ്യാ? ഹാസ് അല്ലേ. കാരണം ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഇനി സബ്ജക്റ്റ് ആയിട്ട് ഒരു പേഴ്സന്റെ പേരാണ് വരുന്നതെന്ന് വെച്ചോ. ഇപ്പൊ ഞാൻ പറയാണ് റീന. റീനയാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. റീന ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഹാസിലും ഹാവിലും ആരെ യൂസ് ചെയ്യേണ്ടത്? ഹാസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ പറയാണ് റീന ആൻഡ് സീന. ഇവിടെ റീനയുണ്ട് സീനയും ഉണ്ട് അല്ലെ. രണ്ട് സബ്ജക്റ്റ് ഇല്ലേ. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ അല്ലേ. അപ്പൊ ഹാസിലും ഹാവിലും ആരെ യൂസ് ചെയ്യാ? ഹാവിനെയാണ് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, വെർബ് പ്ലൂറൽ ആവും, ഹാവ് യൂസ് ചെയ്തു. ഇനി ഹാഡിന്റെ കേസ് പറയുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ നമ്മൾ ഹാഡ് യൂസ് ചെയ്യും. കാരണം ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിനെയാണ് കാണിക്കുന്നത്. അതായത് ഐ, വി, യു, ദേ, പിന്നെ എന്തിന്റെ ഒക്കെ കൂടെ? സിംഗുലർ സബ്ജക്റ്റ് അല്ലേ. ഹി, ഷീ, ഇറ്റ്, പേഴ്സന്റെ പേര്, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ നമ്മൾ ഹാഡ് യൂസ് ചെയ്യും. ഹാഡ് യൂസ് ചെയ്യുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ ഹാഡ് യൂസ് ചെയ്യും. പക്ഷേ ഐ, വി, യു, ദേ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഹാവ് ആയിരിക്കും അവിടെ വരിക. ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഹാസ് ആയിരിക്കും വരിക. ഒരു പേഴ്സൺ മാത്രമാണ് സബ്ജക്റ്റ് എങ്കിലും സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഹാസ് ആണ് വരുന്നത്. ഇപ്പൊ രണ്ട് പേഴ്സൺസ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അവിടെ രണ്ടുപേരാണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആവും, ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കണ്ടു നോക്കാം. ഈ ഹാസും ഹാവും യൂസ് ചെയ്യുന്ന കുറച്ച് എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ യൂസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണേ. ഒരു ഓണർഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഓണർഷിപ്പ് ഓർ പൊസഷൻ, ഒരു ഓണർഷിപ്പ് അഥവാ പൊസഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസ് ഓർ ഹാവ് ആണ്. ഈ ഹാസും ഹാവും എവിടേക്കാണ് യൂസ് ചെയ്യണമെന്ന് നമ്മൾ ഇനി മനസ്സിലാക്കുക. ആദ്യത്തെ യൂസ് എന്ന് പറയുന്നത് ഒരു ഓണർഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസും ഹാവുമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷീ ഹാസ് എ കാർ. ഷീ ഹാസ് എ കാർ. ഇവിടെ പറയുന്നത് എന്താണ്? അവളുടെ ഒരു ഉടമസ്ഥതയെ കുറിച്ചല്ലേ പറയുന്നത്. അവൾക്ക് ഒരു കാറ് ഉണ്ട് എന്നാണല്ലേ. ഉണ്ടെന്ന് പറയാൻ ഹാസും ഹാവും ആണ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഷീ അല്ലേ. ഷീ സിംഗുലർ അല്ലേ. അപ്പൊ ഒരു ഓണർഷിപ്പിനെ കാണിക്കാൻ സിംഗുലർ ഓക്സിലറി ഹാസിലും ഹാവിലും ആരെ യൂസ് ചെയ്യുക? ഹാസിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ പറയാണ് they have a pet. ഇവിടെ ഞാൻ പറയുന്നത് എന്താണ്? അവർക്ക് ഒരു പെറ്റ് ഉണ്ട്. വീണ്ടും ഞാൻ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. ഒരു ഓണർഷിപ്പ് ആണ്, അവർക്കൊരു പെറ്റ് ഉണ്ട്. ഇവിടെ സബ്ജക്റ്റ് നോക്കിക്കേ, ദേ അല്ലേ. ദേ പ്ലൂറൽ അല്ലേ. അപ്പൊ ഒരു ഓണർഷിപ്പിനെ കാണിക്കാൻ നമുക്കറിയാം ഹാസും ഹാവും യൂസ് ചെയ്യാറുണ്ട് ഉടമസ്ഥതയെ കാണിക്കാൻ. അപ്പൊ ഇവിടെ ദേ സബ്ജക്റ്റ് ആയത് കാരണം പ്ലൂറൽ ആണ്. ഹാസിലും ഹാവിലും ആരാ വരിക? ഹാവ് ആണ് വന്നത്. ദേ ഹാവ് എ പെറ്റ്. ഇനി ഞാൻ പറയാണ് സീന ഹാസ് എ ന്യൂ ബൈക്ക്. സീന ഹാസ് എ ന്യൂ ബൈക്ക് അല്ലേ.
സീനയ്ക്ക് ഒരു പുതിയ ബൈക്ക് ഉണ്ട്. വീണ്ടും സീനയ്ക്ക് എന്തോ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഉണ്ട് എന്ന് കാണിക്കാൻ ഇംഗ്ലീഷിൽ ഹാസും ഹാവുമാണ് യൂസ് ചെയ്യുക. സീന എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയത് കാരണം ഹാസ് നമ്മൾ യൂസ് ചെയ്തു. ഇനി ഞാൻ പറയാണേ, വി ഹാവ് എ ഡോഗ്. വി ഹാവ് എ ഡോഗ്. ഞങ്ങൾക്കൊരു പട്ടിയുണ്ട്. വീണ്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഓണർഷിപ്പിനെ കുറിച്ചല്ലേ പറയുന്നത്. സബ്ജക്റ്റ് ഇവിടെ വി ആണ് വന്നിരിക്കുന്നത്, പ്ലൂറൽ ആണ്. അപ്പൊ ഹാസിലും ഹാവിലും ആരെ യൂസ് ചെയ്യുക? ഹാവിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു ഓണർഷിപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഹാസും ഹാവുമാണ്. പ്രസന്റില് ഒരു കാര്യം ഉണ്ട് എന്ന് കാണിക്കാനാണ് ഹാസും ഹാവും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയാണ്, ഐ ഹാഡ് എ ക്യാറ്റ്. ഇവിടെ ഞാൻ പറയുന്നത് എന്താണ്? എനിക്കൊരു ക്യാറ്റ് ഉണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ ഹാസിലും ഹാവിലും ആരെ യൂസ് ചെയ്യുക? ഹാഡിനെയല്ലേ യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് കണ്ടോ, ഞാൻ ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാഡ് എല്ലാ സബ്ജക്റ്റിനെയും കൂടെ പോകുമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ഓണർഷിപ്പിനെ കുറിച്ച് പറയാൻ ഹാസും ഹാവും ആണ് പ്രസന്റിൽ യൂസ് ചെയ്യുന്നത്. പാസ്റ്റിനെ കാണിക്കാൻ, ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാഡ് എല്ലാ സബ്ജക്റ്റിനെയും കൂടെ യൂസ് ചെയ്യും. ഇനി രണ്ടാമത്തെ യൂസ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് ഒരു ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈറ്റിംഗ് ഫുഡ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മീൽസിനെയൊക്കെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഹാസും ഹാവും നമ്മൾ യൂസ് ചെയ്യും. ഹാഡും യൂസ് ചെയ്യും, പക്ഷെ ഹാഡ് പാസ്റ്റ് ടെൻസിൽ എന്ന് മാത്രം. അപ്പൊ ആദ്യത്തെ യൂസ് നമ്മൾ പഠിച്ചു, ഒരു ഓണർഷിപ്പിനെ കുറിച്ച് പറയാൻ ഹാസും ഹാവും യൂസ് ചെയ്യും. രണ്ടാമത്തത് ഒരു ഈറ്റിംഗ് ഫുഡ് അല്ലെ, ഭക്ഷണം കഴിക്കുക നമ്മൾ പറയില്ലേ, ആ ഒരു അർത്ഥത്തിലും ഇംഗ്ലീഷിൽ ഹാസും ഹാവുമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ക്യാൻ ഐ ഹാവ് എ കോഫി അല്ലെ, ക്യാൻ ഐ ഹാവ് എ കോഫി അല്ലെ, എനിക്കൊരു കോഫി കിട്ടുമോ അല്ലെ. ഇവിടെ ഒരു ഫുഡിനെ കുറിച്ചല്ലേ പറയുന്നത്, എനിക്ക് കോഫി വേണം എന്നല്ലേ പറയുന്നത്. അപ്പൊ ഒരു ഈറ്റിംഗ് മീൽസ് അഥവാ ഈറ്റിംഗ് ഒരു ഫുഡിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ടോ, ഇവിടെ ഹാവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം. ഐ ആം ഹാവിങ് മൈ ലഞ്ച് അല്ലേ, ഐ എം ഹാവിങ് മൈ ലഞ്ച്. ഞാൻ ലഞ്ച് കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വേർബ് ING ഫോമിലായിരിക്കും. INGയിലാണെങ്കിൽ ആക്ഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് അർത്ഥം. ഇവിടെ ഹാവിങ് എന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ മീനിങ് എന്താണ്? ഞാൻ ലഞ്ച് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈറ്റിംഗ് ഫുഡിനെ അല്ലേ കാണിക്കുന്നത്. അടുത്ത നോക്കിക്കേ, വി ഹാഡ് our lunch at 1 അല്ലേ, at 1. ഞങ്ങള് 1 മണിക്ക് ഞങ്ങളുടെ ലഞ്ച് കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ കഴിക്കുക എന്ന് പറയുമ്പോൾ ഹാസും ഹാവും പ്രസന്റിൽ യൂസ് ചെയ്യാം. കഴിച്ചു എന്ന് പറയാനാണെങ്കിലോ ഹാഡ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. വി ഹാഡ് our lunch at 1. അടുത്ത നമുക്ക് ഒന്നും കൂടെ നോക്കിയാലോ. I had idlis for breakfast അല്ലേ, I had idlis for breakfast എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇഡ്ലി ആണ് കഴിച്ചത്. ഞാൻ കഴിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ഓൾറെഡി ഞാൻ കഴിച്ചു കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന്. I had idlis for breakfast. അപ്പോൾ ഒരു ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിലും ഇംഗ്ലീഷിൽ യൂസ് ചെയ്യേണ്ട 3 ഓക്സിലറീസ് ആണ് ഹാസും ഹാവും ഹാഡും. പ്രസന്റിൽ ഒരു കാര്യം കഴിക്കുകയാണെങ്കിൽ അവിടെ ഹാസും ഹാവും യൂസ് ചെയ്യുക. പക്ഷെ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് ഹാഡ് ആണ്. അപ്പൊ ഒരു ഓണർഷിപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ഒരു ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹാസും ഹാവും ഹാഡുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത യൂസിലോട്ട് പോവാം. അടുത്തത് ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനും ഹാസും ഹാവും ആഡുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റിലേഷനെ കാണിക്കാൻ, റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനും ഹാസും ഹാവും ഹാഡുമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം.
I have 2 kids. അല്ലേ? I have 2 kids. പറയുന്നത് എന്താണ്? എനിക്ക് 2 കുട്ടികളുണ്ട്. അല്ലേ? റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തത് കണ്ടോ? ഹാവ് അല്ലേ? ഐ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഹാവ് അല്ലേ യൂസ് ചെയ്യുക. ഇനി I have a brother. I have a brother. എനിക്കൊരു ബ്രദർ ഉണ്ട്. റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. എനിക്കൊരു ബ്രദർ ഉണ്ട് എന്നാണ് പറയുന്നത്. കണ്ടോ? വീണ്ടും ഹാവ് അല്ലേ യൂസ് ചെയ്യുന്നത്. അല്ലേ? ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് ഐ വന്നപ്പോൾ ഹാവ് വന്നു. ഇനി നമുക്ക് നോക്കാം. She has 2 sisters. She has 2 sisters. അല്ലേ? അവൾക്ക് 2 സിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. അവളുടെ റിലേഷൻഷിപ്പിനെ അല്ലേ കാണിക്കുന്നത്? ആരെങ്കിലും ഒരു റിലേഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് ഷീ വന്നത് കാരണം നമ്മൾ യൂസ് ചെയ്ത ആളാരാണ്? ഹാസ് ആണ്. കാരണം ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ഓണർഷിപ്പ്, ഈറ്റിംഗ് മീൽസ് അഥവാ ഈറ്റിംഗ് ഫുഡ്, ഒരു റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസിനെയും ഹാവിനെയും ആണ്. ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? പാസ്റ്റിനെ കാണിക്കാനാണ്. ഇനി അടുത്ത ഒരു യൂസും കൂടി നമുക്ക് നോക്കാം. അടുത്തത് ഒരു ഇൽനെസ്സിനെ കുറിച്ച് കാണിക്കാനും ഹാസും ഹാവും നമുക്ക് യൂസ് ചെയ്യാം. ഇൽനെസ്. ഇപ്പൊ പറയാണ് I have a terrible headache. I have a terrible headache. എനിക്ക് നല്ല തലവേദന ഉണ്ട്. എനിക്ക് വയ്യാത്തതിനെ കുറിച്ചല്ല പറയുന്നത് ഇൽനെസ്. അപ്പോഴും ആരെ തന്നെ യൂസ് ചെയ്യുക? ഹാസിനെയും ഹാവിനെയും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഐ വന്നത് കാരണം ഞാൻ ഇവിടെ ഹാവ് യൂസ് ചെയ്തു. അടുത്ത നമുക്ക് നോക്കാം. She has fever and cough. She has fever and cough. അല്ലേ? അവൾക്ക് ചുമയും പനിയും ഉണ്ട്. വയ്യായ്മയെ കുറിച്ചല്ലേ പറയുന്നത്, ഇൽനെസ്സിനെ കുറിച്ച്. ഇവിടെ സബ്ജക്റ്റ് ഷീ അല്ലേ? അപ്പൊ അവിടെ യൂസ് ചെയ്യേണ്ട ആളാരാണ്? ഹാസ് ആണ്. ഷീ ഹാസ് ഫീവർ ആൻഡ് കോഫ്. അപ്പൊ ഒരു ഇൽനെസ്സിനെ കുറിച്ച് കാണിക്കാനും ഹാസും ഹാവുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാം, ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് കാണിക്കാനും നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ആക്ടിവിറ്റീസിനെ കാണിക്കാനും ഹാസും ഹാവും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് നോക്കാം. I am going to have a bath. അല്ലേ? I am going to have a bath. അല്ലേ? ഇവിടെ നോക്കിക്കേ, ഹാവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആക്ടിവിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അല്ലേ? അപ്പൊ ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് കാണിക്കാനും നമുക്ക് ആരെയൊക്കെ യൂസ് ചെയ്യാം? ഹാസിനെയും ഹാവിനെയും യൂസ് ചെയ്യാം. സബ്ജക്റ്റ് ആയിട്ട് ഐ വന്നത് കാരണമാണ് ഹാവ് യൂസ് ചെയ്തത്. അപ്പൊ ഒരു ഓണർഷിപ്പ്, ഈറ്റിംഗ് ഫുഡ്, അതുപോലെ ഇൽനെസ്, ആക്ടിവിറ്റി, ഇതിനെല്ലാത്തിനെയും കാണിക്കാനും നമുക്ക് ഹാസും ഹാവും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ആരെ യൂസ് ചെയ്യാം? ഹാസിനെയും ഹാവിനെയും യൂസ് ചെയ്യാം. ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാനും ഹാസും ഹാവുമാണ് യൂസ് ചെയ്യുക. മൈ കിഡ്സ് ഹാവ് കേർലി ഹെയർ. ഇവിടെ കിഡ്സ് എന്നാണ് പറയുന്നത്, അതായത് കുട്ടികൾ എന്നാണ് പറയുന്നത്. അപ്പൊ പ്ലൂറൽ വേർബായ ഹാവ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് കാണിക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാസും ഹാവും യൂസ് ചെയ്യാം. അപ്പൊ എവിടെയൊക്കെയാണ് ഹാസും ഹാവും യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഒന്നും കൂടി നോക്കിയാലോ. ആദ്യം പറഞ്ഞു, ഒരു ഓണർഷിപ്പിനെ കുറിച്ച് കാണിക്കാൻ ഹാസും ഹാവും യൂസ് ചെയ്യാം. അല്ലെ? ഷീ ഹാസ് എ ന്യൂ ബാഗ്, ഐ ഹാവ് എ ന്യൂ കാർ. അല്ലെ? ഒരു പൊസിഷൻ ഓർ ഓണർഷിപ്പിനെ കാണിക്കാൻ ഹാസും ഹാവും യൂസ് ചെയ്യാം. ഒരു ഫുഡ് കഴിക്കുകയാണ്, ഈറ്റിംഗ് ഫുഡ്. അല്ലെ? അവിടെയും ഹാസും ഹാവും യൂസ് ചെയ്യാം. ഹാഡ് അറിയാലോ, പാസ്റ്റിനെയാണ് ഹാഡ് കാണിക്കുന്നത്. എല്ലായിടത്തും ഹാഡും യൂസ് ചെയ്യാം. ഐ എം ഹാവിംഗ് മൈ ലഞ്ച്, ഐ ഹാഡ് ഇഡ്ലീസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അല്ലെ? ഞാൻ ഒരു കാര്യം കഴിച്ചു അല്ലെങ്കിൽ കഴിക്കുകയാണ് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഹാസും ഹാവുമാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ കേസ്, ഒരു ആക്ടിവിറ്റിയെ കാണിക്കാനും ഹാസും ഹാവും യൂസ് ചെയ്യാം. ഐ ആം ഗോയിങ് ടു ഹാവ് എ ബാത്ത്. അല്ലെ? ഐ ആം ഗോയിങ് ടു ഹാവ് എ ബാത്ത്. അപ്പൊ ഞാൻ കുളിക്കാൻ പോവുകയാണ്, എന്റെ ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. എന്ത് യൂസ് ചെയ്യാം? ഹാസും ഹാവും യൂസ് ചെയ്യാം.
അതുപോലെ ഒരു ഇൽനെസ്സിനെ കാണിക്കാനും ഹാസും ഹാവുമാണ് യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് എ ടെറിബിൾ ഹെഡേക്ക്, എനിക്ക് വളരെ നല്ല തലവേദനയാണ്, ഭയങ്കര ഹെഡേക്ക് ആണ്. അല്ലെങ്കിൽ ഷി ഹാസ് എ ഫീവർ ആൻഡ് കോഫ്, ഷി ഹാസ് ഫീവർ ആൻഡ് കോഫ്, അവൾക്ക് ചുമയും പനിയും ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇൽനെസ്സിനെയാണ് കാണിക്കുന്നത്. അവിടെയും യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഹാസും ഹാവുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം ഷി ഹാഡ് ഫീവർ ലാസ്റ്റ് വീക്ക്, ഷി ഹാഡ് ഫീവർ ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച അവൾക്ക് പനി ഉണ്ടായിരുന്നു. നേരത്തെ പനി ഉണ്ടായിരുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ ഹാസിന്റെ ഹാവിന്റെ ആരെ യൂസ് ചെയ്യുക? പാസ്റ്റ് ആയ ഹാഡിനെ കുറിച്ചാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ കാണിക്കാനും ഹാസും ഹാവുമാണ് യൂസ് ചെയ്യുന്നത്. മൈ കിഡ്സ് ഹാവ് കേർലി ഹെയർസ്, അല്ലെ? എന്റെ കിഡ്സിന് കേർലി ഹെയർസ് ആണെന്ന് പറയുമ്പോൾ കിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്, ഹാസും ഹാവുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്, അല്ലെ? ഒരു റിലേഷൻഷിപ്പ് കാണിക്കാനും ഹാസും ഹാവുമാണ് യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് എ ബ്രദർ, ഷീ ഹാസ് 2 കിഡ്സ്, അല്ലെ? അവൾക്ക് 2 കുട്ടികളാണ് ഉള്ളത്. ഐ ഹാവ് എ ബ്രദർ, എനിക്കൊരു ബ്രദർ ഉണ്ട് എന്നൊക്കെ പറയുന്നത് റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഹാസിനെയും ഹാവിനെയുമാണ് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ്, പാസ്റ്റ് ആണെങ്കിൽ ഹാഡ്. ഓക്കെ അല്ലേ? സബ്ജക്റ്റ് ആയിട്ട് ഐ, വി, യു, ദേ വരെയാണെങ്കിൽ ഹാവ്, ഹി, ഷി, ഇറ്റ് വരെയാണെങ്കിൽ ഹാസ്, പാസ്റ്റ് ആണെങ്കിൽ ഹാഡ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഹാസ് എവിടെ യൂസ് ചെയ്യുക? സിംഗുലർ ആവുമ്പോൾ. ഹാവ് പ്ലൂറൽ ആകുമ്പോൾ ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിന്റെ കൂടെയാണ്. ഒരു ഓണർഷിപ്പ്, ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആക്ടിവിറ്റി, ഇൽനെസ്, റിലേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതെല്ലാം ഇംഗ്ലീഷിൽ കാണിക്കാനാണ് ഹാസും ഹാവും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാസിനെയും ഹാവിനെയും ഹാഡിനെയും കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമന്റ് ചെയ്യുക. അടുത്ത സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.